ഹായ്. നമ്മുടെയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വീട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ നമ്മൾ പലരും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേര് അലക്സ്. ഞാൻ കാനഡയിൽ മിസ്സസ് വാഗയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ദുബായിലായിരുന്നു. ഞാനൊരു ഫിനാൻസ് കൺട്രോളറായിട്ട് അവിടെ ഒരു 14 വർഷം വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരെ പോലെ ഇമിഗ്രൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ പാർട്ട് ടൈമും നമ്മുടെ ഒരു എക്സ്പീരിയൻസോ ഒന്നും ഇവരിവിടെ കൗണ്ട് ചെയ്യത്തില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ പ്രൊഫഷനിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി. ഒരു അക്കൗണ്ടൻ്റായിട്ട് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനപ്പോൾ ആഗ്രഹിച്ചു, നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സാലറിയും കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഓടിപ്പോവും, അല്ലാതെ ഒരു എക്സ്ട്രാ സേവിങ്സോ ഒന്നും കാണാൻ തീരെ ചാൻസ് കുറവാണ്. നമുക്കിവിടെ 2 പേർക്കും നല്ല സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ടാക്സും എല്ലാം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈ കിട്ടുന്നത് തീരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തു. അപ്പം ഞാനൊരു വീഡിയോ കണ്ടു. ഇങ്ങനെ ആർക്കും എവിടെയും ഇരുന്ന് ചെയ്യാൻ പറ്റും എന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്, സ്കാം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്കും എല്ലാവരെ പോലെയും തോന്നിയത്. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ചെയ്താൽ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ പൊക്കോളുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഓക്കെ, എന്താ അതൊന്ന് അറിയാൻ വേണ്ടി ആ ക്യൂരിയോസിറ്റിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഒരു വെബിനാർ കിട്ടി, ആ വെബിനാർ കണ്ടു. അപ്പോൾ ആ ബിസിനസ്സിനെ പറ്റി ഒരു മോഡലാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് ആ ബിസിനസ്സിൻ്റെ എൻ്റെ ഡീറ്റെയിൽ എനിക്ക് കിട്ടി. ഞാൻ ആ ബിസിനസ് രജിസ്റ്റർ ചെയ്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ജോലിയുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഏത് ജോലിയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അതൊരു മെയിൻ കൺസേൺ ആയിരുന്നു എൻ്റെ. പിന്നെ നമുക്ക് പൈസ വേണം ജീവിക്കണമെങ്കിൽ. ഇപ്പം നാളെ ആ ഒരു ജോലിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ. അപ്പം നമുക്കൊരു സൈഡായിട്ടൊരു കാര്യങ്ങൾ വേണം. പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈം, നമ്മളിപ്പോൾ 1, 2, 3 ജോലികളൊക്കെ ആയിരിക്കും മിക്കവരും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടൈം അതിന് പോകുന്നു. നമ്മുടെ ഫാമിലി ടൈം ഒട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാത്ത ഒരു സിറ്റുവേഷൻസാണ്. പിന്നെ ഈ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ റിട്ടയർമെൻറ്റ് നമ്മൾ ചിന്തിച്ചാൽ, നമുക്കൊരു 10 65 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടയർ ആകുന്ന ടൈമിൽ നമുക്ക് കുറേ പൈസ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിക്കുന്ന ഈ ടൈമിൽ യങ് ഏജിൽ തന്നെ റിട്ടയർ ആകുകയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. ഈ ടൈമിൽ പൈസയും വേണം, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സോഴ്സും വേണം. നമ്മുടെ ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഈ ബിസിനസ് നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇത് എബവ് 18 ഇയേഴ്സ് ഉള്ളവർക്ക് ആർക്കാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ലീഗലാണ്, ലെജിറ്റിമേറ്റ് ആണ്. നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സ്കാം അല്ല. ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ നോളജും എല്ലാം ഞാൻ ഷെയർ ചെയ്തു തരാം. എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.